നമ്മൾ ഇന്നലെ ജനനായകൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മൂവി ഭഗവൻ കേസരി എന്ന് പറയുന്ന നമ്മുടെ ബാലയ്യയുടെ തെലുങ്ക് മൂവിയുടെ റീമേക്കാണ്. രണ്ട് സിനിമയുടെയും ട്രെയിലർ കാണുമ്പം അത് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വിജയുടെ കുറച്ച് പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ കുത്തി നിറയ്ക്കാനുള്ള സാധ്യതയല്ല കുത്തി നിറച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ അജണ്ട സ്വഭാവമുള്ള മൂവിയാണ്. അതിനകത്തൂടെ കുറെ കാര്യങ്ങൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ എന്താണെങ്കിലും വിജയുടെ ലാസ്റ്റ് മൂവിയാണ്. ഈ മൂവി ഈ ഭഗവൻ കേസരിയുടെ റീമേക്ക് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം പ്രേക്ഷകർ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് മനസ്സിലാവുന്നത്. കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിജയ്ക്ക് ട്രോൾ വരുന്നുണ്ട്, പിന്നെ അതിനേക്കാൾ കൂടുതൽ ട്രോള് മമിതയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഇതിന്റെ ട്രെയിലർ, ഈ ഭഗവൻ കേസരിന്റെയും ജനനായകന്റെയും ട്രെയിലർ തമ്മിലുള്ള ആ ഒരു സാമ്യം ഞാനൊന്ന് വെക്കാം ഇവിടെ. ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ട്, ബട്ട് എന്നാൽ ഒന്നുകൂടെ വെക്കാം. ఆర్మీ అప్లికేషన్ తెస్తున్నాను. ఏడైనా దీని మీద సంతకం పెట్టి ఆ భగవంతుడు కూడా తేలేడు. അപ്പൊ രണ്ട് തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഇതിനകത്ത് വിജയും അമിതയും ആണെങ്കിൽ മറ്റതിനകത്ത് നമ്മുടെ ബാലയെയും ശ്രീലീലയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത് ആളുകൾക്ക് എന്തുകൊണ്ട് ഈ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു ബാലയ്യയുടെ പടത്തിന്റെ റീമേക്ക് ആണല്ലോ വിജയണ്ണന്റെ ലാസ്റ്റ് പടം എന്ന് ഓർക്കുമ്പോൾ ഒരു ആർക്കാണെങ്കിലും ഒരു ജെനുവിനായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവും. പുള്ളിയുടെ സിനിമ വേറെ കാണാനും പറ്റുന്ന ലാസ്റ്റ് പടം നാണ്ട് ഇതുപോലുള്ള ഒരു പടത്തിന്റെ. ഇദ്ദേഹത്തിന്റെ ഈ ഭഗവൻ കേസരി മോശം പടമാണെന്നല്ല, ബാലയ്യയുടെ പടത്തിന്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, അത് വേറൊരു യൂണിവേഴ്സ് ആണ്. അവിടെ ഗ്രാവിറ്റിയോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഓവർ ദ ടോപ്പിൽ നിൽക്കുന്ന കാട്ടായങ്ങളാണ് ബാലയ്യ കാട്ടിക്കൂട്ടുന്നത്. അത് അദ്ദേഹത്തിന്റെ ഫാൻസിന് ഇഷ്ടമാണ്. ഈ ഒരു പടം ഏതാണ്ട് 130 കോടി കളക്ട് ചെയ്യുകയും അവരുടെ ഹിറ്റ് ആയിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, ഇതിന്റെ ട്രോളും കാര്യങ്ങളൊക്കെ കുറെ കണ്ടിട്ടുണ്ട്, പക്ഷെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതെന്തായാലും ഭാഗ്യമാണ്. ജനനായകൻ ഇറങ്ങുമ്പോഴത്തേക്ക് പോയി ഫ്രഷ് ആയിട്ട് കഥ അറിയാതെ പോയി കാണാമല്ലോ, അതുകൊണ്ട് അതൊരു ഗുണമായി. ബാലയ്യയുടെ പടങ്ങൾ കൂടുതലും നമ്മൾ കാണുന്നത് ഒരു കോമഡി അല്ലെങ്കിൽ ഒരു മലങ്കൾട്ട് ഒരു ഫണ്ണി സെറ്റപ്പിൽ ഇരുന്ന് കാണുന്ന പടങ്ങളാണ്. പക്ഷെ ആ ഒരു രീതിയിലല്ല നമ്മൾ വിജയുടെ സിനിമ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു എതിർപ്പ് ഇതിനോടുണ്ട്. ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഈ ഹേറ്റേഴ്സ് ഇടുന്ന പോസ്റ്റ് ഒക്കെ തന്നെയാണ്. നീ നിർത്തിപ്പോകുന്നത് തന്നെയാടാ കോമാളി നല്ലത്. ആ ദാക്കു മഹാരാജ ഒക്കെ ഈ വന്ന് പടമാണ്, അത് ലാസ്റ്റ് പടമായിരുന്നെങ്കിൽ എന്ത് കിടുവായേനെ. ലൈക്ക് അതിൽ തന്നെ പൊളിറ്റിക്സ് കുത്തിക്കയറ്റിയാലും പടം പീക്ക് പടം തന്നെ കിട്ടിയേനെ. ഇത് 4 ദിക്ക് മൂക്ക് കിട്ടിയ പടം അതേപോലെ ഊഫി വെച്ചേക്കുന്നു. എങ്ങനെ തോന്നണ പൊന്നു മോനെ നിനക്ക് ഇങ്ങനെ ഫാൻസിനെ ഊഫിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രോൾസ് വരുന്നുണ്ട്. ഞാൻ ബാലയ്യയുടെ 2 പടങ്ങളെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ദാക്കു മഹാരാജ്, പിന്നെ 2 അഖണ്ഡ. ഈ 2 പടങ്ങൾ മാത്രമേ ബാലയ്യയുടെ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒരു പടവും പുള്ളിയുടെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കാണുന്ന മലങ്കൾട്ട് സെറ്റപ്പിൽ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ ഒരു ഫണ്ണി സെറ്റപ്പിൽ ഇരുന്ന് കാണുവാണെങ്കിൽ പുള്ളിയുടെ പടം എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ ലോജിക്കൊക്കെ നോക്കാതെ നിന്ന് കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യത്തില്ല. അല്ല, ബ്രെയിൻ എടുത്ത് നമ്മൾ മാറ്റി കട്ടിൻ്റെ അടി വെച്ചിട്ട് വേണം പുള്ളിയുടെ പടം കാണാൻ വേണ്ടി പോകാൻ. ബട്ട് ദാക്കു മഹാരാജ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടം വേറെ നല്ല രസമായിട്ടാണ് പടം എടുത്തേക്കുന്നത്. സോ ഈ പടത്തിന്റെ കാര്യം, ഈ എന്താ പറയാ, കേസരിയുടെ കാര്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അത് ഞാൻ ഇതിനകത്ത് ഒരു സീൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ സമാധാനമായി. ഞാനതൊന്ന് വെക്കാം. അന്നേരം ഭഗവൻ കേസരിയുടെ ലെവല് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. ഇതിനകത്ത് അണ്ണന്റെ ഒരു പണ്ണനാണ്, ഒന്ന് കണ്ടു. ലോറി ഓടിച്ച് ഗുണ്ടാത്താവളത്തിലോട്ട്, ഈ ഫാക്ടറി വെച്ചുള്ള ഫൈറ്റ് മറ്റേ ട്രെയിലറിനകത്തുണ്ട്. വിജയണ്ണ ഇനി ടാങ്കർ ഓടിച്ചോണ്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഗുണ്ടാത്താവളത്തിലോട്ട് വരുവാണേ അണ്ണൻ, മറ്റേ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പറക്കുന്നു, ഇടിക്കുന്നു. കണ്ടോ സാധനം, കണ്ടോ? ഇവിടം കൊണ്ടൊന്നും തീരൂല്ല. ഇനി ലോറിയുടെ മേളിൽ കയറി നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. ലോറിയുടെ മുകൾ ഭാഗം പൊളിഞ്ഞു, ബാക്കിയുടെ ചവിട്ടി താഴെ ഇട്ടു. പറക്കുന്ന ലോറിയുടെ മേളിൽ കീറി കണ്ട് അണ്ണൻ ലാൻഡ് ചെയ്യുന്നു. അതിന്റെ മേളിൽ ചെയ്തിട്ടുള്ള പട്ടിഷമാണ്. ഗുണ്ടകൾ ഞെട്ടുന്നു, മേളിൽ നിന്നൊരു കമ്പ് വന്ന് ഒരുത്തന്റെ പെടലേക്ക് വീഴുന്നു. വണ്ടിയുമായിട്ട് നിരങ്ങി പോകുന്നു. ഇത് എവിടുന്ന ഒരു കമ്പി വന്നെന്ന് അറിയത്തില്ല. കമ്പിക്കകത്ത് ഷാളിട്ടിപ്പോ ഞാൻ താപ്പോട്ടിറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ക്രെയിനി കെട്ടി ഇറക്കിയേക്കും കേട്ടോ. ലാൻഡിങ് എയറിന്റെ പോലും ഈ രീതിയിൽ ലാൻഡ് ചെയ്യത്തില്ല. വളരെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. വന്നിട്ട് രസം വന്നിട്ട് ഇതാണ്
കേസരിക്കാത്ത ഒരു സീൻ. അപ്പം പടത്തിന്റെ ലെവൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്ര ഒരു ഒരു വിഷമം. ഇത് നമ്മൾ ഇനി കാണേണ്ടി വരുമോ എന്നുള്ള ഒരു ഇത്. അപ്പൊ അണ്ണന്റെ പരിപാടിയൊക്കെ ഇമാതിരി പരിപാടിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേന്റെ റീമേക്ക് ആണെന്ന് ഏതാണ്ട് ഏറെക്കുറെ മനസ്സിലായി. കാര്യം ഈ കേസരിക്കാത്ത ഭഗവന്ത് കേസരിക്കാത്ത ഡയലോഗ്സ് വരെ ഏതാണ്ട് സെയിം ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. அத்தனை பேரை அடிச்சிங்க நீங்க சூப்பர்மேனா? இல்லையே, வெறும் காலி மேன் தான் பாப்பா. ஆனா செய்யற விஷயங்கள் எல்லாம் சூப்பரா இருக்கும். ഇത് ഭഗവന്ത് കേസരിക്കാത്ത സാധനമാണ്, ഡബ്ഡ് സാധനമാണ്. തമിഴിലോട്ട് ഡബ് ചെയ്തിറക്കിയതാണ്. ഓൾറെഡി തമിഴ് ഡബിങ് ഉണ്ട്. തമിഴ് ടീംസ് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. അത് കണ്ടിട്ടാണ് ഇവർ ഈ ഒരു ജനനായകൻ കാണാൻ വേണ്ടി പോകുന്നത്. തമിഴ്നാട്ടിൽ ഇത് വലിയ പ്രശ്നമാകാൻ സാധ്യതയില്ല. നമുക്കാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അങ്ങ് അത്രയും അന്തമാവാറില്ലല്ലോ. അന്തമാവുന്ന ടീംസും ഉണ്ട്, അത് വേറെ കാര്യം. കേരളക്കാർക്കാണ് ഇത് മിക്കവാറും ഇത് കൂടുതൽ അഫക്റ്റ് ആവാൻ പോകുന്നത്. அப்படின்னா சூப்பர்மேன் தான். அத்தனை பேரை போட்டு அடிச்சியே நீ சூப்பர்மேனா? நான் சாதா மேன் தான் பேபி. அதை செய்யற சம்பவம் எல்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. കണ്ടല്ലോ, രണ്ട് സിനിമയ്ക്കകത്തെയും ഡയലോഗ്സ് അടക്കം ഭയങ്കര സെയിം ആണ്, സിമിലാരിറ്റി ഉണ്ട്. പിന്നെ സ്വാഗ്, രണ്ട് വ്യക്തികളുടെയും സ്വാഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബാലയ്യയുടെ ഒരു കോമഡി സ്വാഗ് ആണെങ്കിൽ വിജയുടെ അങ്ങനത്തെ സ്വാഗല്ല. പുള്ളി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം പുള്ളിയുടെ ഒരു ടച്ച് ഉണ്ട്. അതാണ് നമ്മൾ ഈ പുള്ളി പടം നിർത്തി പോകുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം. പുള്ളിയുടെ ആ ഒരു സ്വാഗ്, ഇങ്ങനെ തലൂലിക്കലും ഓവർകോട്ട് ഇട്ടിട്ടുള്ള പരിപാടിയും ഡാൻസും പൊടിവറത്തലും ഒക്കെ വേറെ വൈബാണ്. ട്രോളും എങ്കിലും നമ്മൾ ഇഷ്ടമാണ് ഉള്ള കാര്യം പറയുന്നത്. എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ് പറയുന്ന പോലെ. പിന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മുതലിനാണ് മമിതയ്ക്ക്. മമിത ഓവർ ആക്ട് ചെയ്തു. മറ്റേ സിനിമയ്ക്കകത്ത് ശ്രീലീലയായിരുന്നു മമിതയുടെ റോള് ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. ഈ ശ്രീലീലയൊക്കെ ഭയങ്കര കിടിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാൻസ് കളിക്കാൻ മാത്രമേ നല്ല, അഭിനയൊക്കെ വെച്ച് നോക്കുമ്പോൾ മമിത ബെറ്റർ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്നതിന്റെ മമിതയുടെ വൺ ഓഫ് ദ മെയിൻ റീസൺ, ഇതിന്റെ ഒരു ഈവന്റ് ഉണ്ടായിരുന്നല്ലോ, ജനനായകന്റെ ഒരു ഈവന്റിൽ പോയിട്ട് മമിത ഒരു ഡാൻസും കളിച്ച് പിന്നെ സൈഡിൽ ഇരുന്നിട്ട് രണ്ടും എക്സ്പ്രഷനും ഇട്ടായിരുന്നു. ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് വൈറലായി. അതിന്റെ ഒരു എഫക്റ്റ് ആണ് ഇതിനകത്ത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയൊരു ട്രോളാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അഭിനയിക്കാൻ അറിയാവുന്ന ആളാണെന്ന് മമിത തെളിയിച്ചതാണ്. അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. ഇനി വേറൊരു സംഭവം എന്താണെന്ന് കഴിഞ്ഞാൽ, ഇത്രയും പണം മുടക്കിയെടുത്ത വിജയുടെ സിനിമയ്ക്കകത്ത് ട്രെയിലറിനകത്ത് കണ്ട ഒരു ഐറ്റം, ഈ ഒരു സീൻ, തോക്ക് പിടിച്ചോണ്ടിരിക്കുന്ന സീനിന്റെ സൈഡിലായിട്ട് വേണ്ട ജെമനിയുടെ ലോഗോ. 400 കോടി രൂപയുടെ പടം എന്തോ കണ്ടാന്ന് തോന്നുന്നു. അതിനകത്ത് ജെമനിയുടെ ലോഗോ വെച്ചിട്ടുള്ള പരിപാടി. ഇങ്ങനെയൊക്കെയുള്ള അശ്രദ്ധകൾ ഫാൻസ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണോ അണ്ണന്റെ അവസാനത്തെ പടം ഇവന്മാര് വണ്ണാൻ പോകുന്നത് എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, TVK റെഫറൻസ് അനാവശ്യമായിട്ട് കുത്തിക്കയറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട മൂവി ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു സംഭവം ഞാൻ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആനയുടെ 2 ആന വരും, നടുക്കൂടെ വിജയ് വരും. ഈ സെയിം സാധനം വിജയുടെ പാർട്ടിയുടെ ഫ്ലാഗിന്റെ റെഫറൻസ് ആണത്. അതുപോലെ തന്നെ ഇത് പേര് തളപതി വെട്രി കൊണ്ടൻ എന്നും പറഞ്ഞിട്ടാണ് വിജയുടെ പേരിനകത്ത്. അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, തളപതി T വെട്രി V കൊണ്ടൻ K TVK പുള്ളിയുടെ പാർട്ടിയുടെ പേര്, മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള കുറെ റെഫറൻസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലാസ്റ്റ് പടമാണ്. ഈ പടം കഴിഞ്ഞിട്ട് പുള്ളി ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഉറപ്പായിട്ടും ഇത്രയും ഹൈപ്പിൽ ഇറങ്ങുന്ന ലാസ്റ്റ് പടത്തിനകത്ത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അജണ്ട എന്താണെങ്കിലും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. അതിനകത്തൂടെ പുള്ളിക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പുള്ളി പ്രൊമോട്ട് ചെയ്യും. അത് വേറെ കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് കണ്ടു. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് ഫീൽ ചെയ്തു. ജോണി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ പോസ്റ്റാണ്. ഞാനതൊന്ന് വായിക്കാം. ജനനായകൻ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് മത്സരിച്ച് ട്രോളുന്നവരോട് ഇത്രയും നാൾ ഒരു വിജയ് പടത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് കിട്ടിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു വിജയ് പടം വലിയ കോണ്ടന്റ് ഡ്രിവൺ ആയി വന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ അടുത്തെങ്കിലും പുള്ളിയുടെ എല്ലാ പടങ്ങളും അയാളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ളത് തന്നെ ആയിരുന്നില്ലേ? അവസാന പടത്തിൽ മാത്രം ഇതെല്ലാം ഒഴിവാക്കപ്പെടുമെന്ന് കരുതുന്നവരുണ്ടോ? വളരെ വയലന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ്. പുള്ളിയുടെ പടം എല്ലാം ഒരു സെയിം പാറ്റേണിലുള്ള പടമാണ്. എല്ലാത്തിനകത്തും രക്ഷകൻ റോളാണ്. എല്ലാത്തിനകത്തെ കോസ്റ്റ്യൂംസും ഡയലോഗ് ഡെലിവറിയും സ്റ്റൈലും എല്ലാം സെയിം ആണ്. ലൊക്കേഷനും സാഹചര്യങ്ങളും മാത്രം മാറുന്നതേ ഉള്ളൂ. ഇതിന്റെയൊക്കെ വൺ ലൈൻ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെയിം ആണ്. അപ്പം ഇതിനകത്ത് മാത്രം എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് പടത്തിൽ നിന്ന്? അപ്പൊ പുള്ളിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കേണ്ടത് അത് പുള്ളി തരുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയാണ്. സിനിമ ഉപേക്ഷിച്ച് പൊളിറ്റിക്കൽ കരിയർ തുടങ്ങാൻ പോകുന്ന ഒരാളുടെ അവസാന ചിത്രത്തിൽ പൊളിറ്റിക്കൽ അജണ്ട സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ലേ?
ഉറപ്പായിട്ടും ഉണ്ടാവും. ഭഗവന്ത് കേസരി പോലെ ഒരു പക്കാ തെലുങ്ക് മസാല പടത്തിന്റെ റീമേക്കായി വരുന്ന ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? ഈ ഭഗവന്ത് കേസരി ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. ഇവിടെ വരുന്ന മേജർ നെഗറ്റീവ്സും റീച്ചിന് വേണ്ടി പറയുന്ന ആയിട്ട് മാത്രമാണ് തോന്നിയത്. പിന്നെ മമിതയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ട്രോളുന്നത് കണ്ടു. അതിൽ ട്രോളാൻ മാത്രം എന്താണുള്ളത് എന്ന് മനസ്സിലായിട്ടില്ല. ആട്ടെ, ഭഗവന്ത് കേസരിയിൽ ശ്രീലീലയുടെ ആക്ടിങ് ഭയങ്കര ക്ലാസ് ആയിരുന്നു. ശ്രീലീലയെ കൂട്ടുപിടിച്ച് മമിതയൊക്കെ ട്രോളുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ആരേലും ഒന്ന് വളരുന്നത് കണ്ടാൽ അപ്പോ തുടങ്ങിക്കോണം ഈ പരിപാടി. മുൻപ് പ്രിയ വാരിയർ ആയിരുന്നു ഇര, ഇപ്പം മമിത ആണെന്ന് തോന്നുന്നു. മമിത ട്രോൾ എല്ലാം അൺവാണ്ടഡ് ആണ്. പ്രിയ വാരിയറുടെ കാര്യമൊന്നും പറയല്ല, അതൊക്കെ ട്രോൾ അറിയിക്കുന്ന സാധനങ്ങളാ. പിന്നെ ഈ ട്രോൾ എന്ന് പറയുന്നത് അത്ര മോശമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഈ സിനിമാക്കാർക്ക് ഏറ്റവും കൂടുതൽ PR വർക്ക് കിട്ടുന്ന ട്രോളിൽ കൂടാണ് ഇപ്പോഴത്തെ കാലത്ത്. സീരിയസ്ലി എനിക്കിതാണ് പറയാനുള്ളത്. മമിത ആക്ടർ ആണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ്. പിന്നെ സ്റ്റേജ് ഷോയിൽ കാണിച്ച കാട്ടായങ്ങൾ കണ്ടപ്പോൾ ആളുകൾ ഉറപ്പായിട്ടും ട്രോളി. പിന്നെ ഇനി സിനിമ കണ്ടിട്ട് ട്രോളാൻ വല്ല വകുപ്പുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടതിന് ശേഷം പറയാം, വെറുപ്പിക്കലാണോ ഇല്ലയോ എന്ന്. സാധാരണ ഇങ്ങനെയുള്ള സിനിമകളിൽ ഈ തരത്തിലുള്ള റോള് ചെയ്യുന്ന ടീംസ് എല്ലാം വെറുപ്പിക്കൽ പതിവാണ്. അമിതയുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇതോടൊപ്പം തന്നെ ഈ ഭഗവന്ത് കേസരിയുടെ ഭഗവന്ത് കേസരി അല്ല, ജനനായകന്റെ ട്രെയിലർ ഇറങ്ങിയ അതേ സമയം തന്നെ സിംപിളി സൗത്ത് ഫേസ്ബുക്കിലൂടെ മറ്റേ ഭഗവന്ത് കേസരിയുടെ ട്രെയിലർ ഇന്നലെ എടുത്തും കിട്ടും. ആ സമയത്ത് തന്നെ അവന്മാരും കൂടെ ട്രോളാൻ വേണ്ടി എടുത്തിട്ടതാണോ എന്തോ. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ പോക്ക്. ഭഗവന്ത് കേസരി കണ്ടിട്ടുള്ള ആളുകൾക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ വിജയുടെ ഒരു ഫൈനൽ ഡാൻസ്, ദ ലാസ്റ്റ് ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് പോകാം അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ എന്താണെങ്കിൽ ഈ ഭഗവന്ത് കേസരി കണ്ടിട്ടില്ല, അത് ഒരു ഗുണമായി. ഞാൻ ഇങ്ങനെയുള്ള പടം എനിക്ക് വലിയ താല്പര്യമില്ല. ഈ വാലയ്യാണ് ഈ ദാക്കു മഹാരാജും അതുപോലെ തന്നെ അഖണ്ഡയൊക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന സമയത്ത് ഇരുന്ന് കണ്ട പടവാ. വേറെ പടമൊന്നും കാണാനില്ലാതിരുന്നിട്ടൊക്കെ കണ്ട് കോമഡി എന്തൊരു ട്രോള് കണ്ടിട്ട് എന്നെ ഒന്ന് കാണണമല്ലോ എന്ന് കണ്ടിരുന്ന് പറഞ്ഞ് കണ്ട പടവാ. അല്ലാതെ മെനക്കെട്ടിരുന്ന് ഇങ്ങനത്തെ പടം ഞാൻ കാണാറില്ല. ആരുടെ അണ്ണന്റെ ബാലയ്യയുടെ. ഓക്കെ, അപ്പം അത്രയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ എന്താണെങ്കിലും 9-ാം തീയതി നമ്മൾ പടം കണ്ടിട്ട് അതിന്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതിലുപരി അണ്ണന്റെ ലാസ്റ്റ് പടം കണ്ട് കൈകൊട്ടി വിജയിപ്പിക്കുക എന്നേ പറയാനുള്ളൂ. പിന്നെ അപരാധമാണ് പണി വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഉള്ളത് പറയാതെ നിർവാഹം ഇല്ല. അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഒരു അത്യാവശ്യം ഒരു മെനക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളിവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അണ്ണന്റെ അവസാനത്തെ ഡാൻസ് നമ്മൾ കൈകൊട്ടി ആഘോഷിക്കണം എന്നാണ് എൻ്റെ ഒരു താഴ്മയ അപേക്ഷ. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, വേറെ വീഡിയോ ആയിട്ട് വരാം.